നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പടർന്നു കയറുന്ന മുളക്? നോക്കുന്നു, ചെറിയ കണ്ണു തുറന്ന് നോക്കുന്നു. പ്രകൃതി ഭംഗിയാകും പക്ഷേ ആസ്വദിക്കും. ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ ഗാർഡനാണ് ഗാർഡൻ. ഇത് മറ്റേ 10 മണി, മറ്റേ ചെടിയുടെ ഒന്നും പേര് എനിക്കറിയില്ല. എണീറ്റല്ല, നമുക്ക് ഇന്ന് കുറച്ച് പ്രകൃതി ഭംഗിയാകും പക്ഷേ ആസ്വദിക്കാം. നിങ്ങളൊരു സാധനം കാണിച്ചു തരാവേ. ഞാൻ സാധാ മുളകൊക്കെ വളരുന്നത് ഇങ്ങനെ ഹൈറ്റ് കുറ്റിയായിട്ട് ചെടിയായിട്ടാണ് ഞാൻ കണ്ടേക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പടർന്നു കയറുന്ന മുളക്? കാണിച്ചു തരാം. കണ്ടോ, ഈ മുളക് ഇങ്ങനെ പടർന്ന് മേളോട്ട് പോയി. ഞങ്ങൾ ഏണി കയറിയാണ് മുളക് പറിക്കുന്നത്. ഇനി എന്താണെന്ന് അറിയില്ല, ഇനം മാറിയതായിരിക്കും. ഈ ഒരു ചെടിയുണ്ടല്ലോ, ഇത് ലീഫാണ് ശരിക്കും. ആ ലീഫിൽ നിന്നാണ് ഇങ്ങനെ തണ്ടായി ഇങ്ങനെ പടർന്ന് കയറുന്ന ഒരു ചെടിയാണേ. അതിൻ്റെ കൂടെ നിന്ന് ഇനം മാറിയതാണോ എന്നറിയില്ല. ഇതെന്തായാലും ഇങ്ങനെ പടർന്ന മേളിൽ വരെ പോയിരിക്കുക. രാവിലെ എല്ലാവരും ഉറക്കമൊക്കെ എണീറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ്. അവൾ ഭയങ്കര ബിസിയാണ്. അവൾക്ക് വലിയ ജാട. ഇതാണ് ഞങ്ങളുടെ സിഞ്ചാനാണിത്. ചാളി ഉറക്കമാണ്. ചാളി ഭയങ്കര ഉഴപ്പാണ്, ലീസിയാണ് ചാളി. ഇനിടാ നോക്കുന്നു, ചെറിയ കണ്ണു തുറന്ന് നോക്കുന്നു. വേറൊരാളോട് ഉണ്ട് ഇവിടെ, നമുക്ക് അവരെ കാണാം. ഇതാണ് ഞങ്ങളുടെ പപ്പി രാവിലെ കുളിച്ച് ശുണ്ട്രയായിരിക്കുവാണ്. കുളത്തിലെ മീനെ ഒന്ന് നോക്കാം. മഴ പെയ്തുകൊണ്ട് കലങ്ങി കിടക്കുക. മരയൊന്നും കാണുന്നില്ല, ഉറങ്ങുമായിരിക്കും. ഇത് ആമ്പലാണ്. ഇതിനകത്ത് നേരത്തെ പൂവൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം മീനെ മേടിച്ചിട്ടപ്പോൾ പൂവൊന്നുമില്ല. അടച്ചേക്കാം. ഇവരെയും കൊണ്ടൊന്നും നടക്കുമ്പോൾ നമ്മൾ വിളിക്കുന്ന വഴിക്ക് ഇവന്മാരൊന്നും വരില്ല. പട്ടിയാണെങ്കിൽ നമ്മളിങ്ങനെ വിളിച്ചാൽ ഇങ്ങനെ വരും. ഇവന്മാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പുച്ഛഭാവമാണ്. അവന്മാരെന്തോ വലിയ ഏതാണ്ടാണെന്നുള്ള വിചാരമാണ്. പൂച്ച തിന്നുന്നു. രണ്ടുപേര് പൂച്ചയല്ലേ നിങ്ങൾ? പശുവായി മാറിയോ? ഇനം മാറിയോ? അവനവിടെ എന്തിനോ കണ്ട് ചാടിയ കേട്ടോ. പൂച്ചയാണെന്ന് തോന്നുന്നു. ഇവർക്ക് ഭയങ്കര അറ്റാക്കിംഗ് പവറാണ്. പെട്ടെന്ന് ചാടിക്കയറും. നടക്കാൻ പോനൊക്കെ ഇറങ്ങി വരും, പക്ഷെ തിരിച്ചു കയറുന്നത് അത് ഭയങ്കര പാടാണ്. വീട്ടിൽ പോവാ. വാടാ. എന്നിട്ട് അവള് പോകാൻ ഇറങ്ങി. അതേല അവിടെ ഉള്ള ആള് ഭയങ്കര വിഷയമാണ്. ഇവരെ ഇറക്കിയിട്ട് അവളെ ഇറക്കാഞ്ഞേനാ. ഇനി അവളെ ഇറക്കണം, ഇല്ലെങ്കിൽ ഇവിടെ വീട് തിരിച്ചു വെക്കും. കണ്ടോ ആ കമ്പിയിൽ കടിക്കുന്നതുണ്ടോ? അവളെ ഇറക്കാഞ്ഞേനാ. നിങ്ങളപ്പോൾ വിചാരിക്കും ഇതെന്താ മൃഗശാലയോ എന്ന്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.